1000 കോടി മുടക്കിയിട്ടുള്ള മലയാള സിനിമ 2024 ലാഭം കൊയ്ത സിനിമകൾ എന്ന് പറയുന്നത് വെറും 300 കോടിയാണ്. അതായത് 1000 കോടി മുടക്കിയിട്ട് 300 കോടിയാണ് ലാഭം കിട്ടിയത്. 700 കോടിയുടെ നഷ്ടമാണ്. തൊട്ടപ്പുറത്ത് ARM പോലുള്ള വിഷ്വലി സ്റ്റണ്ണിംഗ് ആയിട്ട് 3Dയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടായിട്ടും കിഷ്കിണ്ട കാണ്ഡം ഇക്കൊല്ലം അത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ രാജമൗലിയൊക്കെ എപ്പോഴും പറയുന്നൊരു പുള്ളിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു 17-20 പ്ലോട്ടുകൾ മാത്രമേ വേൾഡ് സിനിമകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഹേ ഗായ്സ്, വെൽക്കം ടു തംജി. 2024 ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ഞാനിത് ഇവിടെ സാധനം കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയ. അപ്പോൾ അത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയ ശേഷം ഞാൻ കണ്ടുപിടിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഒരു ന്യൂസിലും കൂടി വന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള അവയർനെസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നോളജ് എന്ന് പറയുന്നത് 1000 കോടി മുടക്കിയിട്ടുള്ള മലയാള സിനിമ 2024 ലാഭം കൊയ്ത സിനിമകൾ എന്ന് പറയുന്നത് വെറും 300 കോടിയാണ്. അതായത് 1000 കോടി മുടക്കിയിട്ട് 300 കോടിയാണ് ലാഭം കിട്ടിയത്. 700 കോടിയുടെ നഷ്ടമാണ് മലയാള സിനിമ 2024 ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 200+ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2024. അതിൽ വിജയിച്ച സിനിമകൾ എന്ന് പറയുന്നത് വെറും 10-16 മാത്രമാണ്. എന്താണ് അവസ്ഥ? അയ്യോ! അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നത്, എന്താണ് ഇവിടെയാണ് പ്രശ്നം എന്നുള്ളത് അനലൈസ് ചെയ്തപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഒരു വർഷം ഒരു ആക്ടർ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഒരു 4-5 പടങ്ങൾ അല്ലെങ്കിൽ ഒരു 6-8 പടങ്ങൾ, എന്തിന് മലയാളത്തിൽ 12-15 പടങ്ങൾ ഒരു വർഷം ഇറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ ഒരു ആക്ടറിൻ്റെ ഒരു കൊല്ലം മാക്സിമം ഒരു 2 പടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പടം. അവർക്ക് ഒരു കൊല്ലം ഒരു പടം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഓരോ ആക്ടേഴ്സും ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അതിൽ നിന്ന് ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം കോളിവുഡ് ആയാലും ബോളിവുഡ് ആയാലും എന്തിന് ഹോളിവുഡ് അടക്കം ഇപ്പം നമുക്കറിയാം ചവറ് പോലെയാണ് സിനിമകൾ ചെയ്യുന്നത്. ചവറ് പോലെ എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി കെട്ടുകണക്കിന് സിനിമകളാണ് അവർ ചെയ്യുന്നത്. അവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു 10 വർഷം മുന്നേ വരെ ഹോളിവുഡ് സിനിമകളുടെ VFX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് നോച്ച് സൈറ്റാണ്. അത് നമ്മൾ തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിലുള്ള VFX വർക്കുകൾ അവർ ചെയ്തിരുന്ന ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ്. അപ്പോൾ അന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 വർഷം 15 വർഷം കൂടി കഴിഞ്ഞ് ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ ഇവരെവിടെ എത്തുന്നുള്ളത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. അത് നമുക്കറിയാം. ഇപ്പോഴത്തെ സിനിമകളുടെ ഹോളിവുഡ് സിനിമകളടക്കം VFX എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അമ്മാതിരി എന്ന് വെച്ചാൽ ഒരു പെട്ടിക്കട എന്താ രീതിയിൽ ചെയ്തു വെക്കുന്ന ഹോളിവുഡ് VFX ആണ് നമ്മൾ സിനിമകളിൽ കാണുന്നത്. അതും വലിയ രീതിയിലുള്ള ക്യാൻവാസിലുള്ള സിനിമകൾ, മാർവലിന്റെ സിനിമകളടക്കം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സൂപ്പർ ഹീറോ സിനിമകൾ DC ആയാലും മാർവൽ ആയാലും ബാക്കി വരുന്ന സിനിമകളായാലും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 90s ഇറങ്ങിയിട്ടുള്ള ടൈറ്റാനിക്കും ജുറാസിക് പാർക്കൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടാലും കണ്ട് റിപ്പീറ്റ് അടിച്ച് കാണും, നമ്മൾ വണ്ടടിക്കും. അപ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന്റെ പുറകിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ VFX ആർട്ടിസ്റ്റുമാർക്ക് സമയം കിട്ടുന്നില്ലെന്നാണ്. അതായത് ഒരു സിനിമ ചെയ്ത് തീർക്കേണ്ട സമയം കൊണ്ട് അവരിപ്പോൾ 4-5 സിനിമകൾ ചെയ്ത് തീർക്കേണ്ട അവസ്ഥയാണ്. കാരണം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് പിന്നെ നേരത്തെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് തീർക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ആ പത്രത്തിലാണ് ഹോളിവുഡ് അടക്കം ചെയ്യുന്നത്. ഒക്കെ നമ്മൾ ഹോളിവുഡിലേക്ക് പോയിപ്പോൾ നമുക്ക് മലയാളത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുണ്ട്. അതായത് ഇവിടെ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേ തന്നെ അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യും, റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യും. അപ്പോൾ ഷൂട്ടിംഗ് ഒരു 2 മാസം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസമായിരിക്കും റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഒരു മാസത്തിനുള്ളിൽ. അപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ ഇവർ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്ത് തീർത്തിട്ടാണ് സിനിമ ഇറക്കുന്നത്. അതല്ലാതെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് ടൈം എടുത്ത് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുകയല്ല. അത് ഇന്ത്യൻ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അങ്ങനെ തന്നെ ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് പലപ്പോഴും ഫോളോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു നായകൻ തന്നെ 10-15 സിനിമകൾ ചെയ്യുന്നുണ്ട് ഒരു വർഷം. ചവറ് പോലെ സിനിമകൾ ചെയ്യാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ. എന്താണ് ആവശ്യം? ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു നടൻ, പുള്ളി കഴിഞ്ഞ വർഷം ഈ 2024 10-15 പടാറ്റം ചെയ്തിട്ടുണ്ട്. അതിൽ വിജയിച്ചൊരു സിനിമ എന്ന് പറയാൻ പോലും ഇല്ല.
ഒരു നോട്ടീസ് ചെയ്ത സിനിമ എന്ന് പറയാൻ നമുക്ക് ആകെ പറ്റുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് പുള്ളി എന്നൊരു ഇന്റർവ്യൂവിൽ കോൺഫിഡൻസ് ആയിട്ട് പറയാണ്, ഞാൻ എത്ര വടം പൊട്ടിച്ചാലും എനിക്ക് പിന്നിൽ ലൈനപ്പ് ഉണ്ടെന്നുള്ളത്. ആരാണ് പുള്ളിൻ്റെ അടുത്തൊക്കെ ഡേറ്റ് വാങ്ങിയിട്ട് പോണത്, ഡേറ്റ് വെച്ച് പോകണമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പോകരുത് പ്ലീസ്. ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ളിലൊരു, ഇപ്പൊ പുള്ളിന്റെ കോൺഫിഡൻസിന് അതാണ്, എത്ര പടം പൊട്ടിച്ചാലും എനിക്ക് എന്താണ് പിന്നെ പടം വരുന്നുണ്ടല്ലോ. ഒരു നെപ്പോക്കിട്ട് ആയതുകൊണ്ടാണ് പുള്ളിക്ക് അത്ര അഹങ്കാരം എന്നുള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. ഒരു സാധാരണ കഴിവുള്ള എത്ര ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പുള്ളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സിനിമകൾ കൊണ്ട് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അതിനൊരു ഉത്തരവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുന്ന ഇന്ന് ആൾക്കാർ 100 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊരു 10-15 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ സ്ഥാനത്ത് 100 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 100 ആൾക്ക് സിനിമ സ്വപ്നം കാണുന്നവരാണ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ബാക്കിയുള്ള മെത്തേഡ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നുണ്ട്, ഓഡീഷൻ വഴി കയറുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു സ്ക്രിപ്റ്റ് തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ ആ രീതിയിൽ സിനിമയെ കുറിച്ചൊന്നും പരിചയമില്ലാത്ത ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പോയിട്ട് ചിലപ്പോൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇതുപോലുള്ള ഡാനെ പോലുള്ളവരൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓണാവും, അവർക്ക് സ്വന്തം പേരിലൊരു സിനിമ കിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ എടാ, ഒരു എത്ര സിനിമ ചെയ്തു എന്നുള്ളതിലല്ലല്ലോ കാര്യം. നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സിനിമ ചെയ്താൽ മതി, നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കും ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി എങ്ങനെയെങ്കിലൊക്കെ ഒരു സിനിമ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു പേരെത്തിക്കണം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടിയിട്ട് ചവറ് പോലത്തുള്ള സ്റ്റോറികളൊക്കെ എടുത്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ആക്കേണ്ട സ്റ്റോറിയൊക്കെ എടുത്തിട്ടായിരിക്കും സിനിമ എന്നുള്ള രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എന്താണ്, ഓക്കെ ഇങ്ങനത്തെ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് വലിയ രീതിയിലുള്ള ക്യാൻവാസിലുള്ള സാധനമൊക്കെ കൊണ്ടുപോകുന്നത്? നമ്മളെ ഇൻഡസ്ട്രി അത്രയല്ലേ ഉള്ളൂ, ലിമിറ്റഡ് അല്ലേ, എല്ലാം ലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് എന്തായാലും അത്ര വലിയ സംഭവങ്ങളൊന്നും പറ്റില്ല, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ പോയിട്ട് പോവാം എന്നൊരു രീതിയിലുള്ള ഒരു ബെഞ്ച്, ഒരു സ്റ്റാൻഡേർഡ് അവർക്കുള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, എന്തായാലും നിങ്ങൾ പണിയെടുക്കുന്നുണ്ടാവും. അപ്പം ആ എടുക്കുന്നത് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ചെയ്യുന്ന ഫസ്റ്റ് പടം തന്നെ ഒരു ബാങ് എന്നുള്ള രീതിയിൽ, ബിഗ് ബാങ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാക്കി കൊണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇൻഡസ്ട്രിക്ക് അത് ഗുണമല്ലേ, ഇൻഡസ്ട്രിക്ക് മാത്രമല്ല നിങ്ങൾക്കത് ഗുണകരമായിട്ട് മാറും. അവർ സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം, അത്രയൊക്കെ മതി എന്നുള്ള രീതിയിലൊരു ചിന്ത നമുക്കുള്ളിൽ വരും. ഇതിനെ ഇപ്പം നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണ്ടി പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് പറയാം, ഓക്കെ എന്നാലും എന്താണ് അങ്ങനെയുള്ളൊരു പിന്നെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കുകയല്ലേ ഇതുപോലുള്ള ആക്ടേഴ്സ്. തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് പോസിറ്റീവ് തന്നെയാണ്, അവർക്കൊരു അവസരം കിട്ടും. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമുക്ക് അവിടെ അവസരം കിട്ടി നമ്മൾ തുടങ്ങുന്നിടത്തല്ല കാര്യം, അവിടെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നിൽക്കണല്ലോ. ഇൻഡസ്ട്രിയിൽ എത്ര കാലം നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതിലാണ്. അപ്പം അങ്ങനെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളുടെ ഓഡിയൻസിന് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ നിലനിൽപ്പുള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റും കൊണ്ട് പോയിട്ട് ഒരു സിനിമ എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം, അത് ചെയ്യാൻ പറ്റിയല്ലോ, മതിയല്ലോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു സംഭവം. കാരണം ഇന്നത്തെ ഓഡിയൻസ് കംപ്ലീറ്റ്ലി മാറി, അതാണ് വേറൊരു പ്രശ്നം. അതായത് ഇപ്പം നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന ഒരു ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഡെവലപ്പ് ചെയ്യാം നമ്മളെ ഓഡിയൻസിന്. അതായത് കൊറോണയ്ക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുന്നവർ, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇംഗ്ലീഷ്, മലയാളം കാണും, തമിഴ് കാണും, പിന്നെ ഇംഗ്ലീഷ് കാണും. അതൊക്കെ കുറച്ചായിരിക്കും. ഇംഗ്ലീഷൊക്കെ കാണുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു 30% ഒക്കെ ഉണ്ടാവുമല്ലോ. തമിഴ് കാണുന്നവരുണ്ടാവും, തെലുങ്ക് സിനിമ ഡബ് ചെയ്തിട്ട് കാണുന്നവരുണ്ടാവും, അത്രേ ഉള്ളൂ. അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു രീതിയിലുള്ള ഓഡിയൻസിൻ്റെ ഒരു കോൺസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം നമുക്കറിയാം അവർക്ക് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡാണ് അവരുടെ റീച്ച് എന്ന് പറയുന്നത്. അതായത് ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് അവർ എടുക്കുന്നേ ഇല്ല. കൊറിയൻ അല്ല, ജാപ്പനീസ് അല്ല, പിന്നെ ഫിലിപ്പീൻസ് അല്ല, അങ്ങനെ ഏത് ലാംഗ്വേജ് പോലും സിനിമകൾ കാണുന്ന ആൾക്കാരായിട്ട് മാറിയിട്ട് ആണ് ഇന്നത്തെ ജനത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്.
അപ്പൊ അവർക്ക് മുന്നിലേക്ക് നമ്മളൊരു സിനിമ കൊണ്ടുവരുമ്പോൾ നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള ചിന്താഗതി മാറ്റി കൊണ്ടുവന്നേ പറ്റൂ. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. സിനിമയ്ക്ക് പുറകിലുള്ളവർ മാറ്റണം. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഈ കാണിക്കാൻ പോകുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിക്കോട്ടെ, അത് ചിൽഡ്രൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂത്ത് ആയിക്കോട്ടെ, ഫാമിലി ഓഡിയൻസ് ആയിക്കോട്ടെ, ഏതൊരു ഓഡിയൻസ് ആയി കഴിഞ്ഞാലും നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഫാമിലി ഓഡിയൻസിലുള്ള 60+ ഏജുള്ള ആൾക്കാർ പോലും സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലുള്ള സിനിമകൾ കാണുന്നവരാണ്. ഫാമിലി സിനിമകളായി കഴിഞ്ഞാൽ പോലും മലയാളം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസിലുള്ള സിനിമകൾ കാണുന്നത്. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അടക്കം തമിഴ് സിനിമ തൊട്ട് പിന്നെ തെലുങ്ക് സിനിമ തൊട്ട് കാണുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതി മാറി, അവരുടെ പെർസെപ്ഷൻ മാറി. അപ്പൊ നമ്മൾ ഇപ്പോഴും പണ്ടത്തെ അതേ ചിന്താഗതി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമ ചെയ്തിട്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ച് ആരുടെ മുമ്പിൽ എത്തിക്കാം, കുറച്ച് പ്രമോഷൻ കൊടുക്കാം, പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. എന്നിട്ട് അവസാനം ഇതിൻ്റെയൊക്കെ കുറ്റം റിവ്യൂ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുകളിലേക്ക് ചായും. ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് സിനിമ എടുത്ത് സിനിമ അവസാനം 8 നില പൊട്ടിയിട്ടാകുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് കാര്യം റിവ്യൂസ് ആണ് പടം പൊട്ടിച്ചതെന്ന്. എന്താണ് അതിൻ്റെ പുറകിലുള്ള ഒരു ലോജിക് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നല്ല സിനിമ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പൊ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നതാണ്. ഒരു 5 കൊല്ലം മാത്രമായിട്ട്, ഒരു 5 കൊല്ലം പോലും ആയിട്ടുണ്ടാവും ഇത്രയും രീതിയിലൊരു പബ്ലിസിറ്റി റിവ്യൂസിനൊക്കെ കിട്ടുന്നത്. ഒരു 4 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. അതിന് മുന്നേയും സിനിമകൾ വരുന്നുണ്ട്. റിവ്യൂ ചെയ്യാത്ത സമയത്ത് സിനിമകൾ പൊട്ടേണ്ട സിനിമകൾ പൊട്ടിയിട്ടുണ്ട്, വിജയിക്കേണ്ട സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. റിവ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു ക്രൈറ്റീരിയ അവിടെ വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് റിവ്യൂ നല്ല സിനിമകൾ പൊട്ടുന്നത് മോശം സിനിമകൾ പൊട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. സിനിമയിലെ എപ്പോഴും കോണ്ടന്റ് എന്ന് പറയുന്നതാണ് ഓഡിയൻസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഏത് ടാർഗറ്റ് ഓഡിയൻസ് ആയി കഴിഞ്ഞാലും ബോട്ടം ലൈൻ എന്ന് പറയുന്നത് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു സിനിമയ്ക്കൊരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ സിനിമ വിജയിക്കും. അത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ റിവ്യൂ പറയുന്നതും നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിപ്പം എത്ര റിവ്യൂ കണ്ടാലും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനോട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ അപ്പുറത്ത് നിൽക്കുന്നതോടെ നമ്മളെ ചങ്ങായിമാരോട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്, ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ചോദിക്കട പടം എങ്ങനെയുണ്ട്, അടക്കിട്ടു പടാടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി പോയി കാണാം, ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നമ്മൾ പറയാം. അത് നമ്മൾ പെർസീവ് ചെയ്ത് അതും കൂടി കേട്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്, ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ചവറ സിനിമകൾ വരുമ്പം അതിനിടയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ വിജയം കിട്ടാതെ പോകുന്ന സിനിമകളുണ്ട്. എനിക്ക് ഇക്കൊല്ലം ഇറങ്ങിയിട്ടുള്ള ഗോളം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, ഗഗനചാരി, ഗോളം. ഈ പടങ്ങളൊക്കെ കിട്ടില്ല പടമാണ്, തിയേറ്ററിൽ പടം പൊട്ടിനി. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല കോണ്ടന്റ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊരു കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസിന്റെ പെർസെപ്ഷൻസ് മാറി, ഓഡിയൻസിന്റെ അവരുടെ കാഴ്ചപ്പാടുകൾ മാറി. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കാണണോ OTT വന്നിട്ട് കണ്ടാൽ മതിയോ എന്നുള്ളൊരു ഡിസിഷൻ അവർക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ മറികടന്ന് അവരെ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സിനിമ എഴുതുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറകിലുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന പടത്തിന് മാത്രമേ ആൾക്കാർ വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവർ OTT ഇറങ്ങിയിട്ട് കാണും. ഒരിക്കലുമില്ല. കിഷ്കിൻഡ കാണ്ഡം എന്ന് പറയുന്ന ഒരു സിനിമ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന അത്രയും നല്ല രീതിയിലുള്ള വിഷ്വൽസും ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽസും ലാംഗ്വേജസും അങ്ങനെ ഒന്നുള്ളൊരു സിനിമയല്ല. ആ സിനിമയുടെ മെയിൻ എന്താണ് ബോട്ടം അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ്. എന്നിട്ട് തൊട്ടപ്പുറത്ത് ARM പോലുള്ള വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ട് 3D കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടായിട്ടും കിഷ്കിൻഡ കാണ്ഡം ഇക്കൊല്ലം അത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയത് എന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു 90% എഫേർട്ട് ഇട്ടാൽ മതിയെങ്കിൽ ഇന്നൊരു 180% നമ്മൾ എഫേർട്ട് ഇടണം ഒരു ഫാമിലിനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അത്രയും അവരുടെ കാഴ്ചപ്പാടുകൾ മാറി. അപ്പൊ ആ രീതിയിൽ സിനിമകൾ ഇങ്ങനെ ചവറ് പോലെ ചെയ്ത് കൂട്ടുന്നതിന് പകരം ചെയ്യുന്ന സിനിമകൾ നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സിനിമയും വിജയിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ടു ആൻ എക്സ്റ്റെന്റ് ഞാനിപ്പോഴും എനിക്ക് ഉറപ്പാണ് സിനിമ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് പോലെ തന്നെയാണ്. നമ്മൾ ഒരു ഊഹാപോഹം തന്നെയാണ്. ഒരു കഥ നമ്മൾ കേട്ട് കഴിയുന്ന സമയത്ത് നമ്മളടുത്ത് ഒരാളൊക്കെ വന്ന് കഥ പറയുമ്പോഴും അയാൾ നെറേറ്റ് ചെയ്യുന്നതിൽ അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു കഴിവുണ്ടാവും. ആ നെറേഷനിൽ ചിലപ്പോൾ നമ്മൾ വാ പൊളി മോനെ ഇത് സാധനം എന്ന് നമ്മൾ പറയും. പക്ഷെ അത് മേക്കിങ്ങിലേക്ക് കടന്ന് നമ്മൾ ആ ഒരു മെഷീനിലൂടെ കടത്തി വിട്ട് മേക്ക് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ഔട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പം നമ്മൾ കേട്ട കഥ എന്ത്, നമ്മൾ കണ്ടത് എന്ത് എന്നുള്ള രീതിയിലും വരും. അപ്പൊ അതൊരു ടു ആൻ എക്സ്റ്റെന്റ് അത് നമ്മളുടെ കഴിവിനപ്പുറത്തേക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ 90% നമ്മളെ ഹാർഡ് വർക്ക് ആണെങ്കിൽ ബാക്കി 10%
ലക്ക് തന്നെയാണ്. സോ അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു എലമെന്റ് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ രാജമൗലിയൊക്കെ എപ്പോഴും പറയുന്നൊരു പുള്ളിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് പുള്ളി ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയാണ് പുള്ളിയുടെ കോൺസെൻട്രേഷൻ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ റിസൾട്ടിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ബെസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം റൈറ്റിങ്ങിലായാലും റൈറ്റ് ചെയ്യുന്ന സമയം തൊട്ട് അതെങ്ങനെ ബെസ്റ്റ് ആക്കി, ഓരോ സീനും എങ്ങനെ ബെസ്റ്റ് ആക്കി എടുക്കാം, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാക്സിമം അത് ബെസ്റ്റ് ആക്കിയിട്ട് ഓഡിയൻസിനെ കൺവിൻസ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഓഡിയൻസ് തിയേറ്ററിലേക്ക്, അതിനുശേഷം അത് തിയേറ്ററിലേക്ക് എത്തുമ്പോഴാണ് ഓഡിയൻസ് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നല്ല പടമാണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത്, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത്, അത്രയും ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് പടം എടുത്താലും ചിലപ്പോൾ പൊട്ടും. അപ്പോൾ അതന്നെയാണ് സംഭവം. പക്ഷെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 200 അതിലധികം സിനിമകൾ ഇറങ്ങിയിട്ട് വെറും 10-14 സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ഒരു സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കേണ്ട സംഭവം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചവറ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ മീഡിയോക്കറായിട്ടുള്ള സബ്ജക്ട്സ് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു സിനിമ എന്നുള്ളൊരു മോഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റായിട്ട് ബാക്കി ഇപ്പം സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മാക്സിമം ലോകത്തിലാകെ ഒരു 10-15 സ്റ്റോറി പ്ലോട്ട് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും എപ്പോഴും കോമൺ ആയിട്ട് അതാണ്. എനിക്ക് പറയാം, ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്ലോട്ടുകൾ ഉണ്ടാവുന്നില്ല. മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 17-20 പ്ലോട്ടുകൾ മാത്രമേ വേൾഡ് സിനിമകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു 10-15 അല്ലെങ്കിൽ ഒരു 25, മാക്സിമം ഒരു 30 പ്ലോട്ടുകളെ ഉണ്ടാവും. അതിനുള്ളിൽ നമ്മളതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്റ്റോറി ടെല്ല് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് മേക്ക് ചെയ്തെടുക്കുന്നു, ഏത് രീതിയിൽ സ്ക്രീൻ പ്ലേ എഴുതുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിനിമ മറ്റൊരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം പറയുന്നതാണ്. ഓരോരാൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നതെന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടോടുകൂടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന സംഭവങ്ങളാണ്, സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ യൂത്തിനെ ബാധിക്കുന്നു, കുട്ടികളെ ബാധിക്കുന്നു. ആവേശം ഇറങ്ങിയ സമയത്ത് പറഞ്ഞു യൂത്തിനെ പിന്നെ മദ്യപിക്കാനും പിന്നെ പുകവലിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പം മാർക്കോ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു വയലൻസിനെ ആഘോഷിക്കപ്പെടുന്നു. എൻ്റെ സിനിമ എന്ന് പറയുന്നത് സിനിമയായിട്ട് കാണാനും റിയാലിറ്റി എന്ന് പറയുന്നത് റിയാലിറ്റി ആയിട്ട് കാണാനുമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത് കാണുന്ന പ്രേക്ഷകർക്കാണ്. അത് ഒരിക്കലും സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതിൻ്റെ പുറകിലുള്ള ആർട്ടിസ്റ്റുമാർ ചെയ്യുന്നതാണ്. മിമിക്കിംഗ് ആണ്, സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മിമിക്കിംഗ് ആണ്. നമ്മൾ കൺകെട്ടാണ്, നമ്മൾക്ക് മുമ്പിൽ കാണുന്നത് കൺകെട്ടാണ്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക എന്ന് പറഞ്ഞത് മേക്ക് ബിലീഫാണ്. നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ട്രിക്സ് വെച്ച് നമ്മളൊരു മജീഷ്യൻ മാജിക് കാണിക്കുന്നത് പോലെ അത് വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെയാണ്, അതങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതങ്ങനെയാണ്, റിയാലിറ്റി അങ്ങനെയല്ല എന്നുള്ള റിയലൈസേഷൻ കാണുന്ന പ്രേക്ഷകർക്കാണ് വേണ്ടത്. അപ്പം നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ, മാർക്കോ പോലുള്ള സിനിമകൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം വയലൻസ് ആണ്, കൊല്ലുന്നത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ അതൊരിക്കലും റിയാലിറ്റിയിലേക്ക് ഡിപ്പെൻഡ് അല്ലെങ്കിൽ റിയാലിറ്റിയുമായിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അതിപ്പം സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് വഴി മാത്രമല്ല, നിങ്ങളൊരു നോവൽ വായിച്ചാലും ബാക്കിയുള്ള വയലൻസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടാലും ഒരു ട്രോമാറ്റിക് ഇവന്റ് നിങ്ങൾക്ക് മുമ്പിൽ സംഭവിച്ചാലും നിങ്ങൾക്ക് പറ്റുന്നത് തന്നെയാണ്. അതിന് സിനിമ എന്നുള്ളത് മീഡിയം മാത്രം, സിനിമ വഴി മാത്രം ഒരിക്കലും വഴിതെറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമ്മളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ അനുസരിച്ചിരിക്കും. നമ്മൾക്കുള്ളിലുള്ള പെർസെപ്ഷനും നമ്മൾക്കുള്ളിലുള്ള റിയാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ അനുസരിച്ച് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരിക്കലും അത് പറയുന്നില്ല. കാരണം ബേസിക്കലി സിനിമ എന്ന് പറയുന്ന ഒരു മാജിക് തന്നെയാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം അഭിനയം വഴി ബാക്കി ടൂൾസ് വഴി ടെക്നിക്സ് യൂസ് ചെയ്ത് വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തൊരു സംഭവത്തിന് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ, എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സ് വഴി നിങ്ങൾക്കും അറിയിക്കാം നിങ്ങളുടെ ഒപ്പീനിയൻസ്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ മലയാള സിനിമ അതപ്പതിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് അറിയിക്കുക. അതുപോലെ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു വർഷം തന്നെയായിരിക്കും നെക്സ്റ്റ് മലയാള സിനിമയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ ഫ്രം തംശി.